നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡർ ആണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ആഴ്ചയുടെ സെറ്റപ്പ്, കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,300 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് മൊമെന്റം പോസിറ്റീവ് മൊമെന്റ് ആണ്. നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി താൽക്കാലികമായിട്ടുള്ള ഒരു ബൈ ട്രെൻഡിലേക്ക് കടക്കണമെങ്കിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നത് 22,640 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 640 മുകളിലേക്ക് ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നിഫ്റ്റി താൽക്കാലികമായിട്ടുള്ളൊരു ബൈ ട്രെൻഡിലേക്ക് കടക്കും. മാത്രമല്ല, നിഫ്റ്റി നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതും അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പൊ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ലെവലായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്ന സപ്പോർട്ട് 47,800 താഴത്തേക്ക് ക്ലോസിംഗ് ലെവലാണ് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈസി ആയിട്ട് അടുത്ത റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടുള്ള ഒരു മൊമെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷനും ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്? ഈ ഒരു കറണ്ട് ട്രെൻഡിൽ നമുക്ക് നിഫ്റ്റിന് ബാങ്ക് നിഫ്റ്റി നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഈ ഒരു വീക്കിൽ മാത്രമാണ്, അതായത് നല്ലൊരു സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. തുടക്കത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ഫാൾ വന്നാലും, ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻ കേസ് ഒരു ഫാൾ വന്നാലും ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നൽകുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലൊക്കെ വളരെ ശ്രദ്ധിക്കുക. ആ ലെവലിൽ നിന്നൊക്കെ ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു വീക്കിൽ അതിനാണ് സാധ്യത വരുന്നത്. പക്ഷെ അതിനുശേഷം നെക്സ്റ്റ് വീക്കിലും ഈ ഒരു ലെവൽ ഇനി റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, 400 അടുത്തൊക്കെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. പക്ഷെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ല് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു വീക്കും കൂടി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു 3-4 സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാൻ, കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് റൈറ്റ് സപ്പോർട്ട് എന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, ഇപ്പൊ ലോങ് ടൈം വ്യൂവില് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് കുറച്ചൊരു താഴെയാണ് കാണുന്നത്. അതായത് ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 22,500. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിഫ്റ്റി ബൈയിലേക്ക് കടന്നപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി നിഫ്റ്റി 22,510 താഴത്തേക്ക് ക്ലോസിംഗ് ലെവലില് നിലനിർത്തിയാലാണ് ട്രെൻഡ് റിവേഴ്സൽ. അപ്പോൾ ലോവർ ലെവലാണ് ഇതിന്റെ ഒരു ലെവല് കാണുന്നത്. ഇത് മാർക്കറ്റ് കുറച്ചധികം വോളറ്റൈൽ ആണെങ്കിലാണ് ഈ ഒരു ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നിഫ്റ്റിക്കായാലും ഇനി ഇമ്പോർട്ടന്റ് സപ്പോർട്ടുകൾ ലോവർ ലെവല് 22,800 അടുത്ത് വരുന്നുണ്ട് ലോവർ ലെവലിലേക്ക് ആണെങ്കിൽ. അതേപോലെ തന്നെ 23,200 അടുത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പൊ ലോങ് ടൈം വ്യൂവില് ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ കറണ്ട് ഒരു മൊമെന്റത്തിന്റെ സ്പീഡ് കുറയും. തൊട്ട് താഴെയുള്ള നല്ല സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ വരുന്നത്. ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിലാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ മൊമെന്റത്തിലാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ ഒരു സ്പീഡ് കുറയണമെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിസിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻട്രാഡ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്കൊക്കെ ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാലാണ് വീക്ക്നെസ് ആവുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് നല്ലൊരു ബൈ സോൺ ആയിട്ട് മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ വർക്ക് ചെയ്യും. അപ്പൊ ഇതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളിൽ, വരും ആഴ്ചയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിക്ക് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് 23,200 മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 23,200 മുകളിലാണ് തന്നെയാണ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ നിലനിർത്തേണ്ടത് ബയേഴ്സിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പക്ഷെ അത് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസും മാർക്കറ്റിൽ ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി ഇതിന്റെ താഴത്തേക്ക് നിലനിർത്തുന്നില്ലെങ്കിലാണ് വീക്ക്നെസ്സിനുള്ള ഒരു സാധ്യത. ഈ ഒരു മൊമെന്റം ബൈലാണ്. പക്ഷെ എന്നിരുന്നാലും നിലനിർത്തി പോകേണ്ട സപ്പോർട്ട്
23,200. അതായത് നമ്മൾ ഈ ഒരു ലെവല് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് 630 മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നൽകിയിരുന്നത് ലെവൽ എന്ന് പറയുന്നത് 23,200 23,240 കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്താണ്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്താണ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലേക്കും ഈസി ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. ഈ സപ്പോർട്ട് നിലനിർത്തണം. അപ്പൊ അതിനുശേഷം ലോവർ ലെവലിൽ സ്ട്രോങ് സപ്പോർട്ടുകൾ, ഇത് മൂന്നും വരും ആഴ്ചയിൽ, വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചകളിൽ മൊത്തം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ലെവലുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻട്രാഡ ലെവലിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് നിഫ്റ്റിയുടെ, അതിന് മുൻപ് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കായാലും ഇപ്പോൾ ഇനി റെസിസ്റ്റൻസ് സോൺ എത്തി. ഇത് റെസിസ്റ്റൻസ് സോൺ ആണ്. അതായത് 50,900 എന്ന് പറയുന്നത് ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിലേക്ക് പോയിട്ടായാലും 50,900 താഴത്തേക്ക് ക്ലോസിംഗ് നിലനിർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. 51,000 ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷെ ആ ഒരു ലെവല് പോയതിനു ശേഷം തിരിച്ച് ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ ബൈലാണ്. പക്ഷെ റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം പിന്നീടുള്ളൊരു ബൈ വരേണ്ടത്. റൈറ്റ് സപ്പോർട്ട് വരുന്നത് ഇതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിന്റെ ലോയാണ് ഈ ഒരു ലെവലാണ് സപ്പോർട്ട് വരുന്നത്. അതായത് 49,900 49,900. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ലോവർ ലെവൽ സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാനുള്ള, നിഫ്റ്റിക്ക് ഇവിടെ ചെറിയ ചെറിയ റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിലും നമുക്കത് എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ടിന്റെ മുകളിലോ താഴെയോ നിലനിൽക്കുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് വളരെയധികം ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിഫ്റ്റിക്കായാലും ഇനി ഈ ഒരു ലെവല് നിലനിർത്തേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 23,430. 430 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ വരും ദിവസത്തെ മാർക്കറ്റില് നിഫ്റ്റി 23,430 മുകളിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും സ്ട്രെങ്ത് ആണ്. 23,550 600 അടുത്തേക്ക് എത്തും. 23,550 23,600. ഈ പിന്നെ ഫർദർ ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവല് 23,600 മുകളിലേക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് വരും ദിവസങ്ങളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 23,280, അതുപോലെ തന്നെ 23,235. ഇത് ഒരു സപ്പോർട്ട് റേഞ്ച് ആണ്. 23,235. അതായത് ഈ ലെവല് ഹോൾഡ് ചെയ്തുകൊണ്ട് 280 മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി 235 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഇങ്ങനത്തെ ഒരു റേഞ്ച് സൂചിപ്പിക്കുന്നത്. അതായത് നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 23,235 മുകളിലാണ്. 235 ഹോൾഡ് ചെയ്തിട്ടാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 280 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഹൈയുടെ അടുത്തേക്ക് 23,400 അടുത്തേക്ക് നിഫ്റ്റി വീണ്ടും ടെസ്റ്റ് ചെയ്യും. പിന്നീട് റെസിസ്റ്റൻസ് ഉള്ളത് 23,410 ആണ്. 410 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു ലെവലിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിഫ്റ്റിയിലും ഈ ഒരു ലെവല് പ്രത്യേകം ശ്രദ്ധിക്കണം. 23,550 23,600 എന്ന് പറയുന്ന റേഞ്ച്. കാരണം ഇതിന്റെ മുകളിലേക്ക് 600 മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ലെവലിൽ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 550 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇൻ കേസ് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 550 താഴത്തേക്ക് വന്ന ഈ 550 ഏരിയ ഹയർ ലെവല് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബുക്കിനൊരു സാധ്യതയുണ്ട്. 23,410 ആണ് സപ്പോർട്ട്. 410 വീണ്ടും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 410 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണ് 235 250 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി 23,235 ഒരു താഴെയാണ്. ഇത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ പിന്നെ സപ്പോർട്ട് 23,130. 23,130 അടുത്ത് നിന്നാണ് എപ്പോഴും നല്ലൊരു സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു ബൈ ആണ് ശരിക്കും നല്ലൊരു ബൈ. കാരണം നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന്റെ ഒരു താഴെയാണ്, അതായത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. അപ്പൊ 23,235 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം.
130 സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 130ന്റെ താഴത്തേക്ക് വന്നാലും പിന്നെ 23,050 നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടാണ് 23,050. ഇതും സ്ട്രോങ് സപ്പോർട്ടുകൾ തന്നെയാണ്. 23,050 അത് വിട്ട് നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് 23,990, അതായത് 23,000ന്റെ തൊട്ട് താഴെ. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലോവർ ലെവൽ സപ്പോർട്ട് നൽകുന്ന ഇൻ കേസ് നിഫ്റ്റി വരും ദിവസങ്ങളിൽ വന്നില്ലെങ്കിലും നെക്സ്റ്റ് ഡേയിൽ ഈ ഒരു ലെവൽ വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റി 23 ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 23,050 ലെവലാണ്. ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ഒരു ലെവലിൽ നിന്ന് 23,130 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. വീണ്ടും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് 23,235, 280 റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് 23,410 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 550, 500ന്റെ മുകളിൽ തന്നെയാണ് റെസിസ്റ്റൻസ്. 550ന് നിയർ ആയിട്ട് വരും റെസിസ്റ്റൻസ്. എപ്പോഴും മാനേജ് ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ്. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള എൻട്രി ഹൈ ആക്രോസിൽ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ ടാർഗറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ സപ്പോർട്ടാണ് 23,130 സപ്പോർട്ട്. അതേപോലെ തന്നെ 23,050, 23,900 22,900 ആണ് സപ്പോർട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 22,900 സപ്പോർട്ട്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകളും മാനേജ് ചെയ്തുകൊണ്ട് ഇത്തരം ലെവലുകൾ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.